നന്നായിട്ടുണ്ട്. രാഘവേട്ടൻ പറഞ്ഞത് ശരിയാ. അതെ, ആ തൊടത്തില്ല, അതവിടെ ഇരിക്കത്തേ ഉള്ളു. സത്യഭാമ പറഞ്ഞതാ. ചക്കയാ, മാങ്ങയാ, തേങ്ങയാ? അന്താരാഷ്ട്ര പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ടേ ഒളിച്ചു നിന്നത് കട്ട് തിന്നുവാണോ? കട്ട് തിന്നോ? ഞാൻ എന്റെ വീട്ടിലിരുന്നാ കഴിക്കുന്നത്. ഓ, ഒളിച്ചു നിന്നേനെ ഞങ്ങളൊക്കെ സാറിന്റെ കട്ട് തിന്നാ പറയുന്നേ. ഇതേ എന്റെ മോൻ എനിക്കായിട്ട് കൊടുത്തോട്ടെ ചോറ. ആ, അതെന്ത് മോനോടുള്ള ഇഷ്ടമായി ഇപ്പൊ ഈ പാതിരാത്രിക്കാന്ന് വന്നേ? കഴിച്ചോ കഴിച്ചോ. തൊടില്ല, എന്നെ അതിന് കിട്ടത്തില്ല എന്നൊക്കെ വാശി കാണിച്ചിട്ടേ ഇപ്പൊ വന്നിരുന്നേ ഇങ്ങനെ കാണിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി ഭാമേ? അല്പമെങ്കിലും ആത്മാഭിമാനമുള്ള ഒരാളെ ഇങ്ങനെ സാഹസം കാണിക്കൂ? കഷ്ടം കഷ്ടം കഷ്ടമേ, എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. ഞാനാണെങ്കിലേ എത്രയൊക്കെ വിശന്നാലും ശരി, ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ വഴിക്ക് നോക്കത്ത് പോലുമില്ല. ഇതൊരുമാതിരി കള്ളികളും കള്ളന്മാരും ചെയ്യുന്ന പോലുണ്ട്. കഷ്ടം തന്നെ. ഒരു കഷ്ടമില്ല. എന്റെ മോനെ ഞാൻ അത്രയ്ക്ക് ലാളിച്ചു വളർത്തിയതാ. അവന്റെ പിറന്നാൾ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുമുണ്ട്, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടേ ഇപ്പൊ അവനീ കൊടുത്തോട്ടെ ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഒരു അഭിമാനക്കേടുമില്ല. ഇതേ അവനല്ല, അവന്റെ ഭാര്യ ശാലിനിയെ അവളുടെ കൈകൊണ്ടുണ്ടാക്കിയതാ. ആരുണ്ടാക്കിയാൽ എന്താ? എനിക്ക് ഏറ്റവും വലുത് എന്റെ മകന്. അവനോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി വന്ന വിഷം കഴിക്കാൻ ഞാൻ തയ്യാറാ. കാരണമേ അവനെ പ്രസവിച്ച നിങ്ങളല്ല, ഞാൻ. ആ ഒരു അവകാശം ഉള്ളതുകൊണ്ട് തന്നെയാ ഞാൻ കഴിക്കുന്നത്. നിങ്ങൾക്ക് സൂചിച്ചില്ല, നിങ്ങൾ പോയി കേസ് കൊടുക്കും. നീ ആടി യഥാർത്ഥ പെണ്ണ്. എത്ര പെട്ടെന്നാ നീ നിന്നെ ന്യായീകരിച്ചത്. ഈ ചോറ് കൊണ്ട് വന്ന ഞങ്ങളെ നീ തല്ലില്ലെന്നേ ഉള്ളു. ഇതൊക്കെ എടുത്ത് വലിച്ചെറിയോന്നവരെ ഞാൻ ഭയന്നുപോയി. ആ രീതിയിലായിരുന്നല്ലോ പ്രകടനം. എന്നിട്ട് ആരും കാണാതെ ഒറ്റയ്ക്ക് അതൊക്കെ എടുത്തൊക്കെ തിന്നുവാ. എന്നിട്ട് പ്രസവിച്ചെന്നെ കണക്കും പറയുവാ. ആമേ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കണക്കായി പോയി. എനിക്ക് കഴിക്കണം തോന്നി, ഞാൻ കഴിച്ചു. ചുമ്മാ ഇതിനെ കുറിച്ച് ഇനി ചോദ്യം പറിച്ചൊന്നുമില്ല കേട്ടാ. ഓ ആയിക്കോട്ടെ. ആ നീ കഴിച്ചോ, ഞാൻ നോക്കാം. കഥ ഓർക്കാൻ ഇതൊന്നും വരില്ലായിരുന്നല്ലോ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നടന്നിരുന്നെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് രക്ഷയുടെ റോളാ. പാവം ചെയ്തവരെ കല്ലെറിയണം, പാവങ്ങളുടെ അപ്പോസ്തലയാവണം. നിങ്ങളെന്താ ഇവിടെ വല്ല കാരുണ്യാശ്രമം നടത്താൻ പോകുന്നുണ്ടോ? ഈ വരുന്നവരും പോകുന്നവരെയൊക്കെ സംരക്ഷിക്കാൻ. അവിടെയുമില്ല, അവിടെയില്ല. അവളെയും കൊണ്ടേ നമ്മൾ ഇവിടുന്ന് പോകൂ. എല്ലാ മുറിയും കേറി ഇറങ്ങി നോക്കടാ. ചെല്ല്. അവൾ എവിടെ പോയി ഒളിച്ചാലും അവളെയും കൊണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ. മാറിയേക്ക് അങ്ങോട്ട്. മാറിക്കണോ?
ദേ വീട്ടിൽ കയറുന്ന പോക്കരത്തിനെ വിളിക്കുന്നു കേട്ടോ. ആ അതെ പോണോ. പെണ്ണിനെ കിട്ടിയില്ലെങ്കിലേ ഈ വീടടിച്ച് തകർത്തിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ, കേട്ടല്ലോ. നീയൊക്കെ ഇനി ഇവിടെ താമസിക്കണ്ട. അത് തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാ ഇതിനകത്തേക്ക് ഇവന്മാരെയും കൊണ്ട് ഞാൻ കയറിയത്. എവിടെ പോണ്? അവിടെ ഇരിക്കണോ? ഇതൊന്ന് ഞാൻ അനുഭവിക്കും. കാരണമേ എനിക്കൊരു മോനുണ്ടടാ. ഓ, എനിക്ക് ഒരടി കിട്ടിയ നിനക്കത് 10 തിരിച്ചാൽ അത് കഴിവുള്ള നട്ടലുള്ള ഒരുത്തനാടാ. നിനക്കേ നിന്റെ ജീവൻ വേണമെങ്കിൽ മര്യാദക്ക് ഇപ്പൊ അറിയപ്പോ, ഇല്ലെങ്കിലേ നിന്റെയൊക്കെ ശവം അടക്കം ഇവിടെ നടക്കും.